ദുബായിൽ പോയിട്ടുണ്ടോ? ഫാമിലിയോടൊപ്പം ദുബായിലേക്ക് പറക്കാൻ ഒരു അവസരം കിട്ടിയാലോ? അത് മാത്രമല്ല, സെക്കൻഡ് പ്രൈസ് ആയി 1 ലക്ഷം രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ 4 പേർക്കും, കൂടാതെ ആഴ്ച തോറുമുള്ള വിവിധ തെരഞ്ഞെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങളും സ്വന്തമാക്കാം. ഈ ഓണത്തിന് റോയലിൽ ഓഫറുകളുടെ പൊട്ടിപ്പൂരം. ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. അപ്പൊ എങ്ങനെയാ ഓണത്തിന് ഒരുപാട് വാങ്ങാം, ഒത്തിരി ലാഭിക്കാം, കീശ കാലിയാവാതെ. ഒറ്റപ്പാലത്ത് കൃഷിക്കും മനുഷ്യജീവനും ഭീഷണിയായ കാട്ടുപന്നികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കി. അംഗീകൃത ഷൂട്ടർമാരുടെ നേതൃത്വത്തിലായിരുന്നു നടപടി. കൃഷിക്കും മനുഷ്യജീവനും ഭീഷണിയായിരുന്ന കാട്ടുപന്നികളെ ഒറ്റപ്പാലത്ത് കൂട്ടത്തോടെ കൊന്നൊടുക്കി. നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ കാട്ടുപന്നികളുടെ ശല്യം രൂക്ഷമായതിനെ തുടർന്നാണ് അംഗീകൃത ഷൂട്ടർമാരുടെ നേതൃത്വത്തിൽ നടപടി സ്വീകരിച്ചത്. 15 മണിക്കൂർ നീണ്ട ദൌത്യത്തിനൊടുവിൽ 24 കാട്ടുപന്നികളെയാണ് കൊന്നൊടുക്കിയത്. ഒറ്റപ്പാലം നഗരസഭയിലെ വരോട്, പനമണ്ണ, കണ്ണിയമ്പുറം, മായന്നൂർ പാലം പരിസരം, കോലോത്തുപറമ്പ്, ആപ്പേപ്പുറം, അഴിക്കലപ്പറമ്പ്, കിഴക്കേക്കാട് തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിലായിരുന്നു കാട്ടുപന്നിവേട്ട നടന്നത്. അലി നെല്ലങ്കര, ചന്ദ്രൻ വരിക്കത്ത്, ദേവകുമാർ വരിക്കത്ത്, വിജെ തോമസ്, ഇസ്മായിൽ താഴേക്കോട്, മുഹമ്മദ് അലി മാത്തേങ്ങിൽ എന്നിവർ നേതൃത്വം നൽകിയ സംഘമാണ് പന്നികളെ കൊന്നൊടുക്കിയത്. തുടർന്ന് നഗരസഭയുടെ ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ ഇവയെ സംസ്കരിച്ചു. നഗരസഭാ അധികൃതരും ഒറ്റപ്പാലം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറും നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടറും ഉൾപ്പെടുന്ന സംഘമാണ് നടപടികൾ ഏകോപിപ്പിച്ചത്. ഒറ്റപ്പാലം നഗരസഭയിലെ വിവിധ പ്രദേശങ്ങൾ, അതായത് ഈസ്റ്റ് ഒറ്റപ്പാലം, കണ്ണിയമ്പുറം, പനമണ്ണ വായനശാല, പനമണ്ണ സൗത്ത് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും ഇന്നലെ വൈകിട്ട് മുതൽ തുടങ്ങിയ കാട്ടുപന്നികളെ വേട്ടയാടുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് ഏകദേശം 24 എണ്ണത്തിനാണ് ഇന്ന് നെല്ലങ്കര അലി എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിലുള്ള ഷൂട്ടിംഗ് ടീം കാട്ടുപന്നികളെ ഷൂട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നിരവധി തവണയായി ഒറ്റപ്പാലം നഗരസഭാ പ്രദേശത്ത് ഈ കാട്ടുപന്നികളുടെ ആക്രമണം നടത്തി ഈ കൃഷിയെല്ലാം നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് വീണ്ടും മുഖ്യമന്ത്രിക്കടക്കം പരാതികൾ പോയ സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് മിക്ക കൗൺസിലുകളിലും ജനപ്രതിനിധികൾ ഈ പരാതി ലഭിച്ചതിനെ തുടർന്ന് വീണ്ടും നമ്മൾ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ഇത് തുടരെ, കാരണം ഇതിൻ്റെ ഈ കാട്ടുപന്നികൾ കൂടുതലായിട്ട് ഇതിൻ്റെ ശല്യം കൂടുന്നുണ്ടെന്ന് പറഞ്ഞിടത്തോളം അടിയന്തരമായിട്ട് ഇതിൽ നടപടി കൈക്കൊള്ളണമെന്ന് ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സണോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായാലും കഴിഞ്ഞ 10-ാം തീയതി ഇതിന് ഷൂട്ടിംഗ് ഓർഡർ നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്രയും കാട്ടുപന്നികളെ വേട്ടയാടി ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും തുടർന്നും ഇത് ഇവിടം കൊണ്ട് അവസാനിക്കാതെ ഒരു ഇടവേളകളിൽ ഇതുപോലുള്ള ഓർഡറുകൾ നൽകി ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് വീണ്ടും നഗരസഭ നേതൃത്വം കൊടുക്കണമെന്നാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്.